യവക്കൊയ്ത്തിൻ്റെ ആരംഭം വെളിപ്പെടേണ്ട സമയമായി. അപ്പത്തിൻ്റെ ഭവനമാകുന്ന ബെത്ലഹേമിൽ ഒരു ക്ഷാമം ഉണ്ടായി. ക്ഷാമത്തിൽ ആ രാജ്യം മുഴുവനും ക്ഷാമത്തിൻ്റെ കൊടുമുടിയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഇനി ഒരു നന്മ ഉണ്ടാകത്തില്ലെന്ന് കരുതി പലരും അവിടെ വിട്ടു പോകേണ്ടി വന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആ പട്ടണത്തെ കൈവിട്ടില്ല. കർത്താവ് ആ പട്ടണത്തിൽ ഒരു യവക്കൊയ്ത്ത് വീണ്ടും ആരംഭം കുറിച്ചു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വന്നാൽ നിങ്ങൾ വിട്ടുപോകുകയല്ല വേണ്ടത്. അതിനെ അതിജീവിക്കുവാനും ആ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അവിടെ ഉറച്ചു നിന്നവർക്ക് ഒരു വലിയ കൊയ്ത്ത് കാണാൻ ദൈവം ഭാഗ്യമൊരുക്കി. ആ രാജ്യത്തിൻ്റെ ദാരിദ്ര്യം മാറ്റി ആ പട്ടണത്തെ ഒരു സമ്പന്ന പട്ടണമാക്കി ദൈവം മാറ്റി. ഈ നാളുകളിൽ നിരാശപ്പെട്ടു പോകാതെ, ചഞ്ചലപ്പെട്ടു പോകാതെ ഉറച്ചു നിൽക്കുമെങ്കിൽ നഷ്ടങ്ങളല്ല ജീവിതത്തിൽ വെളിപ്പെടുന്നത്, ലാഭങ്ങളും അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ പ്രവൃത്തികളും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദിനങ്ങളാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.